വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് എങ്ങനെ നേരാക്കുക എന്നതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പം നമുക്ക് ഒട്ടും പുറം സമയങ്ങളിൽ തരുക. ആദ്യം തന്നെ നമ്മൾ മുന്നത്തെ പാർട്ടിൽ ചെയ്തത് ഈ അടിയത്തെ ലെയർ പൂർണ്ണമായിട്ട് ശരിയാക്കി എന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, അതായത് കട്ട മുകളിലുള്ള ഈ മഞ്ഞ കളർ ഇല്ലാത്ത പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അടിയിൽ വരുന്ന അതിന്റെ ഓപ്പോസിറ്റ് കളർ ആയിരിക്കണം മുകളിൽ വരുന്നത്. അപ്പം മുകളിൽ വരുന്ന കളറിൻ്റെ ഉൾപ്പെടാത്ത ബാക്കിയുള്ളത്, അതായത് ഈ സെൻറ്റർ പീസുകളിൽ ഏതിലാണ് മഞ്ഞ വരാത്ത നോക്കുക. എന്നിട്ട് ആ മഞ്ഞ വരാത്ത ഒരു പീസ് സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഇതിൽ മഞ്ഞ വന്നിട്ടില്ല, അപ്പോൾ ഈ മഞ്ഞ സെലക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഏത് കളറാണ് നോക്കുക. ഇവിടെ റെഡ് ആണ്, അപ്പോൾ അതിനോട് മാച്ച് ചെയ്യിപ്പിക്കുക. മാച്ചായി അതിന് സെൻറ്ററായിട്ട് നമ്മൾ മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങോട്ട് സൂട്ടാവും നോക്കുക. അത് ഇവിടേക്കാണ് സൂട്ടാവുക, കാരണം ഇവിടെ പച്ചയാണ്, അപ്പോൾ എങ്ങോട്ട് സൂട്ടാവുക. അപ്പോൾ നമ്മൾ വേറെ ചെയ്യേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ഒന്ന് ഇതാക്കി കൊടുക്കുക. അതായത് ഇവിടെ എങ്ങനെയാണ്, അപ്പോൾ ഒന്ന് ഇങ്ങനെ വെക്കുക, പിന്നെ ഇവിടെ ഒന്ന് പൊന്തിക്കുക, പിന്നെ അത് നോക്കുക, പിന്നെ താഴ്ത്തുക, പിന്നെ നമ്മൾ അങ്ങനെ തട്ടിയ സാധനം ഒന്ന് ഇങ്ങനെയൊക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത്തിരി നേരം പിടിച്ചാൽ ഇനി ജസ്റ്റ് ഇങ്ങനെ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം ഒന്ന് പൊന്തിക്കുക, എന്നിട്ട് ഇങ്ങനെയൊക്കെ എന്നിട്ട് താഴ്ത്തുക. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് മറ്റേ പീസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഒന്ന് പാടി കാണിച്ചു തരാം. ആ പീസ് ഇതവിടെ ഇത് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതേമായി തന്നെ ചെയ്യാം. അതായത് ഇത് ഏത് ഭാഗത്തേക്ക് വരുന്ന നോക്കുക. നേരത്തെ കേസിൽ ഇങ്ങണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് മാറ്റുന്നില്ല, ചെറുതായിട്ട് ഒരു ചേഞ്ച് മാത്രമേ. അപ്പം ഇവിടെ റെഡാണ്, ഇങ്ങോട്ടാണ് അത് വരേണ്ടത്. അതായത് ഇവിടെ കണ്ടില്ല, ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ആക്കാള് അതിന് നേരെ ഓപ്പോസിറ്റ് ഇതിലേക്ക് ഇതാക്കുക. എന്നിട്ട് എവിടേക്കാണ് ഇംപ്ലൈൻ ചെയ്യേണ്ടത് അവിടെ പൊന്തിച്ചിട്ട് അവിടുത്തെ ഇത് കളഞ്ഞിട്ട് പിന്നെ താഴ്ത്തുക. പിന്നെ എങ്ങോട്ടാണ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ റിട്ടേൺ വരുത്തുക. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്താണ് ഇത് എന്നിട്ട് തിരിച്ചിട്ട് ഇത് എങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുക. അപ്പോൾ കാണണം ഈ വെള്ളഭാഗം നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ അത് ഇങ്ങോട്ട് വരും, പിന്നെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഈ വെള്ളഭാഗം ഇവിടെ ഒന്ന് മാച്ചാം. അതേമാതിരി തന്നെ ഈ ചോപ്പിലും ഇതായി ഇവിടെ മാച്ച് ചെയ്യും. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി മാച്ച് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പച്ച വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ്, അതായത് ഈ പീസ്, അതായത് നീലയും മഞ്ഞളും ഈ പീസിന്റെ ഭാഗത്താണ് ഈ ഭാഗം വരേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കിടക്കുക. എന്നിട്ട് ആ ഭാഗം പൊന്തിച്ച് അവിടുത്തെ കളയുക, എഡ്ജ് പീസ് കളയുക. എന്നിട്ട് അത് റിവേഴ്സ് അടിക്കുക, എന്നിട്ട് ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് മുകളിലേക്കാക്കുക, എന്നിട്ട് ഇങ്ങനെയൊക്കെ എന്നിട്ട് താഴ്ത്തുക. ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ മൂലയും നിങ്ങൾ കാണാവുന്നതാണ്. ഈ ഭാഗവും നമ്മൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി ആകുള്ളത് ഈ ഭാഗം മാത്രമാണ്. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗങ്ങളാണ്. അതിനായി നമുക്ക് ആദ്യം തന്നെ ഈ മഞ്ഞില്ലാത്ത ഭാഗങ്ങൾ, അതായത് ഇത് മാത്രമേ മഞ്ഞില്ലാത്തപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇത് മാച്ച് ചെയ്യിപ്പിക്കുക. എവിടെ നോക്കുക, മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നീല എവിടെ വരുന്നത് നോക്കുക, ഇവിടെ നീല വരുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ശീതമായി തന്നെ ഇങ്ങോട്ടൊന്ന് നീക്കുക, പിന്നെ മുകളിലേക്കൊന്നാക്കുക, പിന്നെ ഇതാക്കുക, പിന്നെ താഴ്ത്തുക, പിന്നെ അത് റിവേഴ്സ് അടിക്കുക, പിന്നെ അത് പൊന്തിക്കുക, ഇതാക്കുക, താഴ്ത്തുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗം ഫിനിഷായി. ഇനി നമുക്ക് മഞ്ഞില്ലാത്ത ഭാഗം പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇവിടെ മഞ്ഞുണ്ട്, ഇവിടെ മഞ്ഞുള്ളതുകൊണ്ട് തന്നെ ഇത് പറ്റൂല. പിന്നെ നമ്മൾ പൂർത്തിയാക്കേണ്ട എഡ്ജ് പീസിൻ്റെ അവിടെ നോക്കുക. അപ്പോൾ അവിടെ ഈ എഡ്ജ് പീസിന് ഇവിടെ വരുന്നത്, പക്ഷേ അത് കറക്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇവിടെ ഓറഞ്ച് ഇവിടെ നീലായിട്ടാണ് വരുന്നത്, പക്ഷേ ഇത് വന്നിരിക്കുന്നത് ഇവിടെ ഓറഞ്ച് ഇവിടെ നീലായിട്ടാണ്. അപ്പം നമ്മൾ വേറെ അത് അവിടെ നിന്ന് ഒഴിവാക്കണം. അതായത് ഈ എഡ്ജ് പീസ് ഇവിടെ നിന്ന് ഒഴിവാക്കുക, അതിന് ഇതാക്കുക. അതായത് നമ്മൾ നേരത്തെ ചെയ്തമായി തന്നെ അതായത് എവിടെ എഡ്ജ് പീസ് ഉണ്ടാകുമ്പോൾ അത് ഇങ്ങോട്ട് ഇംപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതാക്കി അതേ സംഭവം തന്നെ ചെയ്യുന്നു. അതായത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മളെന്താ ചെയ്തതെന്ന് ഞാൻ ഒന്നും പാടി കാണിച്ചാൽ, ഇതിപ്പോൾ ഇങ്ങനെയായിരുന്നു ക്യൂബ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇവിടെ ഇതാക്കുമ്പോൾ ഇത് മാച്ച് ആക്കിയിട്ട് ഇവിടുത്തെ ഏത് കളറാണോ അത് ഏത് ഭാഗത്തോട്ടാണ് വരുന്നത് അങ്ങോട്ടേക്ക് ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതേ മരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടേക്കാണ് ആക്കേണ്ടത്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ആയി കൊടുക്കുക, പിന്നെ ഇതൊന്ന് പൊന്തിക്കുക, പിന്നെ അത് ഒഴിവാക്കുക, പിന്നെ ഇതാക്കുക, പിന്നെ തിരിച്ച് അതേ മേലെ തന്നെ ഇതാക്കുക. അതെ മറ്റേ അതിൻ്റെ മേലത്താണ്, പക്ഷേ ഇവിടെ മാച്ച് ആയിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അത് നമ്മൾ ഒഴിവാക്കേണ്ടത്. അതായത് ഇവിടെ വേറെ എഡ്ജ് പീസ് ഒന്ന് മഞ്ഞയും പച്ചയിൽ എഡ്ജ് പീസ്. അപ്പോൾ നമ്മൾ മാറ്റി എഡ്ജ് പീസ് അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവിടെ മാച്ച് ആയിട്ട് ഇറക്കുന്നത്. അപ്പം നേരത്തെ ചെയ്ത് അതേ മേലത്തിന് അത് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ, പിന്നെ ഇങ്ങനെയൊക്കെ, പിന്നെ ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇതാക്കിയിട്ട് ഈ പട്ടിക്കത്ത. അങ്ങനെ നമ്മളിൽ സെക്കൻഡ് ലെയർ, അതായത് അടിയത്തെ ലെയറും സെക്കൻഡ് ലെയറും, ഈ ലെയർ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണമെന്ന് പറയാം. അടുത്ത പാർട്ട് തുടർച്ചയായി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുകൂടാതെ പറ്റുന്ന ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് ഇത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.